നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. ഇനി ഇത് ആവർത്തിച്ചാൽ ക്ലബ്ബ് വിട്ടുപോകും. നെയ്മർ ജൂനിയർ വളരെ കൃത്യമായും വ്യക്തമായും സാന്റോസിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണിപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംഗതി മറ്റൊന്നുമല്ലെന്നേ, ഷാപ്പെ കോയിൻസിനെതിരെയുള്ള കളിക്ക് ശേഷം നെയ്മർക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളുണ്ടായി. അതിൻ്റെ കാരണം ഹാഫ് ടൈം സമയത്തും മറ്റുമൊക്കെയായിട്ട് നെയ്മർ യുവതാരങ്ങളെ ചീത്ത പറഞ്ഞു, മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് ലോക്കർ റൂമിലെ വിവരം ആരോ ചോർത്തി കൊടുത്തു. അപ്പോഴേ വാർത്തകളുണ്ടായിരുന്നു നെയ്മറുടെ സ്റ്റാഫ് ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്. കാരണം ലോക്കർ റൂം അത്രയും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നതാണ്. അവിടെ നിന്ന് വാർത്തകൾ ചിലർ ചോർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. സാന്റോസ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അതിൽ നിന്ന് റിയൽ ഇഷ്യൂവിൽ നിന്ന് കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യാനും മറ്റുമായിട്ട് പലരും നെയ്മറെ കരുവാക്കുന്നു എന്നൊരു തോന്നൽ നെയ്മറുടെ സ്റ്റാഫിനൊക്കെ ഉണ്ട് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കാര്യം കൂടി പുറത്തു വരുന്നത്. നെയ്മറും അദ്ദേഹത്തിൻ്റെ പിതാവും കഴിഞ്ഞ ദിവസം അവരുടെ പ്രസിഡന്റ്, സാന്റോസിൻ്റെ പ്രസിഡന്റ് മാർസലോ ടെക്സീറയുമായിട്ട് ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. അതിലാണ് നെയ്മർ വളരെ കൃത്യമായിട്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ലോക്കർ റൂമിലെ കാര്യങ്ങൾ തന്നെക്കുറിച്ചും മറ്റുമൊക്കെ ലീക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ നിർത്തും, അതോടുകൂടി കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യും, പോകും, സാന്റോസ് വിടും എന്ന് നെയ്മർ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വാർത്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നെയ്മർ ത്രെറ്റൻസ് ടു ലീവ് സാന്റോസ് ഇൻ കേസ് ഓഫ് ന്യൂ ഇൻറ്റേർണൽ ലീക്സ് ഫോളോയിങ് കോൺട്രവേഴ്സി അഗെയിൻസ്റ്റ് ഷാപ്പെ കോയിൻസ് എന്നാണ്. എന്നിട്ട് വിശദമായിട്ട് പറയുന്നു, നെയ്മർ ജൂനിയറും സാന്റോസിൻ്റെ ബോർഡും അവരുടെ പ്രസിഡന്റ് മാർസലോ ടെക്സീരിയയുടെയും അതുപോലെ തന്നെ നെയ്മറുടെ പിതാവ് നെയ്മർ സാന്റോസിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അതിൽ വളരെ കൃത്യമായിട്ട് നെയ്മർ ഇക്കാര്യം അറിയിക്കുകയാണ്. നെയ്മറും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും ഈ സംഭവിച്ച കാര്യങ്ങളിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇനി ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ മാറ്റേഴ്സ് ലീക്കാവാൻ പാടില്ല. അങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ നെയ്മർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കും, ടെർമിനേറ്റ് ചെയ്യും, ക്ലബ്ബ് വിടും എന്ന് തന്നെ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡീല് അവസാനിക്കുന്നത് 2026 ഡിസംബർ വരെ പോയിട്ട് അതിൻ്റെ അവസാനത്തിലാണ് ആ ഡീൽ തീരുന്നത്, നിലവിലെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം സാന്റോസിൽ തുടരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സാന്റോസ് ആവട്ടെ വലിയ രൂപത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.